ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വരുമല്ലേ. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇഞ്ചിയും മാങ്ങയും നമ്മുടെ നാരങ്ങയൊക്കെ എല്ലാവരും ഇടാൻ തുടങ്ങി കാണുമല്ലേ. അപ്പം ഞാൻ ഇന്നലെ ഇഞ്ചി കറി ഞാൻ വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ അച്ചാറ് അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മാങ്ങ ഞാൻ നല്ല കുനുകുനാന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ പുരട്ടി അതൊരു 20 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് അപ്പം നമ്മുടെ ഉപ്പൂടിട്ട് പുരട്ടി വെക്കുമ്പോൾ വെള്ളമൊക്കെ ഊറി വരട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്താണ് ഇടുന്നത്. കാരണം ക്വാണ്ടിറ്റി കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു 1 വീക്കത്തേക്കൊക്കെ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുവാണേ. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ എടുത്ത് തീ അങ്ങ് ഓഫ് ചെയ്തേ. തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തത്. അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്യാതെ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അത് പിന്നെ ടേസ്റ്റ് അങ്ങ് പോകും. നമ്മുടെ അച്ചാറിന് വേറൊരു രുചിയായിപ്പോവും കരിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങ അതിലോട്ട് ചേർത്ത് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചു. നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അധികം വെള്ളമൊന്നും അതിനകത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ചാറ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് നമ്മുടെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്ത് അതുകൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ സൂപ്പറായിട്ടുണ്ട്. വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ഭയങ്കര ബിസി ആയിരിക്കും, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.